സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമാണ് അദ്ദേഹത്തോട് ഒരു വിഭാഗം ജനങ്ങൾക്ക് എതിർപ്പ് തോന്നാൻ പ്രധാനമായി കാരണമായിട്ടുള്ളത്. സുരേഷ് ഗോപി മാത്രമല്ല, ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബവും അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ട സ്ഥിതി വരാറുണ്ട്. സോഷ്യൽ മീഡിയ വഴിയുള്ള അധിക്ഷേപങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ടത്. സഭ്യമല്ലാത്ത ഭാഷയിൽ നടൻ്റെയും ഭാര്യയുടെയും മക്കളെയും പരിഹസിച്ചുള്ള കമൻറ്റുകൾ പ്രത്യക്ഷപ്പെടാറുമുണ്ട്. പലപ്പോഴും കമൻറ്റുകൾ പരിധി വിടുമ്പോൾ ആദ്യം പ്രതികരിച്ച് എത്താറുള്ളത് ഇളയ മകൻ മാധവ് സുരേഷ് തന്നെയാണ്. ഇപ്പോഴിതാ സുരേഷ് ഗോപിയുടെ കുടുംബത്തെക്കുറിച്ചും അദ്ദേഹം ചെയ്യാറുള്ള നന്മ പ്രവർത്തികളെക്കുറിച്ചും ആലപ്പി അഷ്റഫ് പങ്കുവച്ച വീഡിയോ ആണ് ശ്രദ്ധിക്കപ്പെടുന്നത്. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ഈഗോ ഇല്ലാത്ത മനുഷ്യനാണ് സുരേഷ് ഗോപി എന്ന് അഷ്റഫ് പറയുന്നു. മലയാള സിനിമയിൽ നന്മയും മനുഷ്യത്വവും അനുകമ്പയും ഒക്കെയുള്ള നടനാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നന്മകൾ പൊതുസമൂഹത്തോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത നന്മകൾ കാരണം സിനിമാ മേഖലയിൽ ഉള്ളവർ തന്നെ നടനെ കല്ലെറിയുകയും തള്ളിപ്പറയുകയും ചെയ്തപ്പോൾ ഞാനിട്ടൊരു പോസ്റ്റ് എൻ്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാം. മറ്റുള്ളവരുടെ വേദന കണ്ട് സഹായിക്കുന്നതിൽ എന്നും സുരേഷ് ഗോപിയോടൊപ്പം രാധിക നിലകൊണ്ടിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാനസികമായി തളർന്നപ്പോൾ സുരേഷ് ഗോപിക്ക് താങ്ങും തണലുമായി നിന്നത് രാധിക മാത്രമാണ്. സുരേഷ് ഗോപിയുടെ മകൾ ലക്ഷ്മി മരണപ്പെട്ടപ്പോൾ ഫാസിലിനൊപ്പം ഞാനും കൊല്ലത്തെ കുടുംബ വീട്ടിൽ പോയിരുന്നു. വേദന കടിച്ചമർത്തി വിങ്ങിപ്പൊട്ടുന്ന മുഖവുമായി നിൽക്കുന്ന സുരേഷ് ഗോപിയെ ഇന്നും ഓർമ്മയുണ്ട്. സാമ്പത്തികമായി മാത്രമല്ല, മറ്റു പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അദ്ദേഹം സിനിമക്കാരെ സഹായിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പപ്പയുടെ സ്വന്തം അപ്പൂസിൽ മമ്മൂട്ടിയുടെ സുഹൃത്തായ ഡോക്ടറായി ആദ്യം അഭിനയിച്ചത് നടൻ മുരളിയായിരുന്നു. 4-5 ദിവസത്തോളം പടത്തിൽ അഭിനയിച്ച ശേഷം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മുരളി സെറ്റിൽ നിന്ന് മുങ്ങുകയായി. മറ്റൊരു പടത്തിൽ നായകവേഷം കിട്ടിയതുകൊണ്ട് ഈ റോള് ഉപേക്ഷിക്കുകയായിരുന്നു. മുരളി പോയതുകൊണ്ട് ഷൂട്ടിംഗ് പ്രതിസന്ധിയിലായപ്പോൾ ഫാസിൽ സഹായം അഭ്യർത്ഥിച്ചത് സുരേഷ് ഗോപിയോടാണ്. തിരക്കിലായിരുന്നിട്ട് മറ്റ് സിനിമകളുടെ ഡേറ്റ് ക്രമീകരിച്ച് പപ്പയുടെ സ്വന്തം അപ്പൂസിൽ വന്ന് അഭിനയിച്ചു. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ഈഗോ സുരേഷ് ഗോപിക്കില്ല. പരസഹായം ചെയ്യുക എന്ന സ്വഭാവം ഇന്നത്തെ സിനിമക്കാരിൽ പലർക്കുമില്ല. പലരും ഈഗോയും കുശുമ്പും അഹങ്കാരവും കൊണ്ട് അർമാദിക്കുകയാണ്. കോടികൾ വാരിക്കൂട്ടുന്ന ഇവർ കഷ്ടപ്പെടുന്ന സഹപ്രവർത്തകരെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. സഹജീവികളെ സഹായിക്കുക എന്ന പ്രവണത പ്രേം നസീറിന് ശേഷം മലയാള സിനിമയിൽ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവരോടുകൂടി അവസാനിക്കാനാണ് സാധ്യത. പുതുതലമുറയിലെ മാർക്കറ്റുള്ള യുവതാരങ്ങൾ താരസംഘടനയായ അമ്മയിൽ പോലും സഹകരിക്കുന്നില്ല. മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നത് പോലുള്ള അടുപ്പം ഇപ്പോഴത്തെ യുവതലമുറയിൽ കാണാനില്ല. മാധവ് സുരേഷ് സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വന്നത് വലിയ ഗൗരവമായിട്ടുള്ള വിഷയങ്ങളുമായിട്ടാണ്. അതിൽ ചില നാക്ക് പിഴകളും മാധവിന് സംഭവിച്ചു. നിന്റെ ഭാര്യയും മക്കളെയും എനിക്ക് തന്നിട്ട് പോ എന്ന കമൻറ്റ് തന്നെ ഒരുപാട് വേദനിപ്പിച്ചുവെന്ന് മാധവ് പറഞ്ഞിട്ടുണ്ട്. മലയാള സിനിമയിലെ മറ്റൊരു നടൻ്റെ മക്കൾക്കും ഇത്തരം കമൻറ്റുകൾ കേൾക്കേണ്ടി വന്നിട്ടില്ല. ദുഷ്ടന്മാർ പന പോലെ വളരുമ്പോൾ നന്മകൾ മാത്രം ചെയ്യുന്ന ഒരു കുടുംബത്തെ ഇത്തരം വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. വിമർശിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ സഭ്യത ഉണ്ടാകണമെന്നും ആലപ്പി അഷ്റഫ് പറയുകയാണ്.